റിലീസായ ഈ ഒരു രാവിലത്തെ ഹൈ ഫ്ലേഴ്സ് മീറ്റും അതുപോലെ തന്നെ റീഗ്നേറ്റും ഒരുപാട് പ്രോഗ്രാംസ് ആണ് എന്നെയും നിങ്ങളും ഈ ഒരു ബിസിനസ്സിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മളൊക്കെ പ്രേരിപ്പിച്ചത് ഈ ഇത്തരം പ്രോഗ്രാമുകളാണ്. അപ്പോ എല്ലാവരും ഒരിക്കൽ കൂടി ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോ നമുക്ക് ഈ ഒരു പ്രോഗ്രാം ഇവിടെ നടത്തി തരുന്ന നമ്മുടെ ഗ്രേറ്റ് ഫാമിലി മനോജ് സാറിനും ലത മാമിനും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. കാരണം അവരെ ഒരു ഇത്തരം പ്രോഗ്രാം നമുക്ക് ചെയ്തു തരുന്നോണ്ടാണ് നമുക്ക് ഇതൊക്കെ പഠിക്കാനുള്ള കാരണം. അപ്പോ ഞാൻ എന്റെ പേര് പരിചയപ്പെടുത്തി. അപ്പൊ ഇന്ന് നമുക്ക് ഇവിടെ ഒരു ഗ്രേറ്റ് ലീഡർ ഇന്ന് ഇവിടെ അവൈലബിൾ ആണ്. കാരണം എന്ന് വെച്ചാല് നമുക്കൊക്കെ ഒരുപാട് ആളുകള് ഒരു ആ റാങ്കിൽ എത്തണം നമ്മളൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു റാങ്കാണ്. അപ്പൊ ഇന്ന് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു മൈ ലൈഫിലെ തന്നെ ഒരു ബെസ്റ്റ് ഓർഗനൈസേഷൻ ആയ സക്സസ് ബറി ഗ്ലോബൽ എന്നീ അസോസിയേറ്റ് ചെയ്ത് തന്റെ ഗുരുനാഥനിൽ നിന്ന് ഈ ഒരു അവസരം ഏറ്റെടുത്ത് ഗുരുനാഥൻ പറഞ്ഞത് എന്താണോ അത് ചെയ്തു വെച്ചിട്ട് ഇന്ന് വളരെ നല്ല രീതിയിൽ ഒരുപാട് ആളുകളിലേക്ക് വരുമാനം എത്തിച്ചു കൊടുത്തും അതുപോലെ തന്നെ ആരോഗ്യവും എത്തിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ട് ഇന്ന് വളരെ യങ് ആൻഡ് എനർജറ്റിക് ആയ ഈ മൈ ലൈഫിലെ തന്നെ ഈ SBGയിലെ തന്നെ ഒരു പവർഫുൾ ലീഡറായ ഗ്രേറ്റ് ലീഡർ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോ ആ ലീഡറിനെ നമുക്ക് ഇവിടെ എല്ലാവർക്കും കാണാം. കാരണം നമ്മളൊക്കെ ആഗ്രഹിച്ച ഒരു റാങ്ക് ആണെന്ന് അയാൾ പറഞ്ഞു. അപ്പോ യങ് ആൻഡ് എനർജറ്റിക് ഒരു ലീഡറായ പവർഫുൾ ലീഡറായ സ്റ്റേറ്റ് ടീം കോർഡിനേറ്റർ ആയ ഗ്രേറ്റ് ലീഡർ ജുനൈദ് സാറിനെ ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ജുനൈദ് സാർ. ഓക്കെ, താങ്ക് യു റമീസ് സാർ, വളരെ ഭംഗിയായിട്ട് എന്നെ പരിചയപ്പെടുത്തി. സോ ഫസ്റ്റ് ഓഫ് ഓൾ വെരി ഹാപ്പി ആൻഡ് ലവ്ലി ഗുഡ് മോർണിംഗ് ടു ഓൾ ലീഡേഴ്സ്. എല്ലാ ലീഡേഴ്സിനും നാളെയുടെ ഡയമണ്ടുകൾക്ക് നല്ലൊരു ശുഭദിനം സുപ്രഭാതം നേരുന്നു. വരുമ്പോൾ എക്സൈറ്റഡ് ആണ്. നമ്മൾ ഓരോരുത്തരും ത്രിൽഡ് ആണ്. നമുക്ക് ഓരോ ദിവസവും ദൈവം കനിഞ്ഞേകിയ ഏറ്റവും വലിയ വരദാനമാണ്. സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, ഇന്നും ഒരുപാട് ആളുകൾ മൺമറന്നു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ പൊൻപുലരിയെ വരവേൽക്കാതെ ലോകത്തോട് വിട പറഞ്ഞ ആളുകളുണ്ട്. അവർക്കൊക്കെ ഇന്ന് നമുക്ക് കിട്ടിയ ഭാഗ്യം കിട്ടിയിട്ടില്ല. നമ്മളിൽ എന്തോ ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ട്. സോ സീരിയസ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിന്റെ ഉദ്ദേശത്തെ കൃത്യമായി നിറവേറ്റേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ചുമതലയാണ്. അതേസമയത്ത് ഇന്ന് വളരെ ഭംഗിയായിട്ട് നമ്മുടെ ഗോയിങ് TC ലീഡർ റമീസ് സാറ് നല്ല രീതിയിൽ MC കൈകാര്യം ചെയ്തു. കൃത്യമായിട്ട് നന്ദി അറിയിക്കുകയാണ്. കാരണം വരുന്ന തലമുറയുടെ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന എനർജറ്റിക് ആയിട്ടുള്ള യങ്ങസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സ് ആണ്. സോ അതേ സമയത്ത് ഞാൻ നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സക്സസ് ബറി ഗ്ലോബലിന്റെ ഹൈ ഫ്ലൈസ് സീരീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കാരണം ഇന്ന് നമ്മളൊക്കെ ഏറ്റവും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് സക്സസ് ബറി ഗ്ലോബലിന്റെ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ വേൾഡ് ക്ലാസ് ലീഡേഴ്സ് ആയിട്ട്, ലോകം അറിയപ്പെടുന്ന ഒരു തരത്തിൽ ലീഡേഴ്സ് ആയിട്ട് നിങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി സഞ്ചരിക്കുന്ന ഈ ഓർഗനൈസേഷന്റെ ഫൗണ്ടേഴ്സ് ഫാമിലിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് ടു മിസ്റ്റർ മനോജ് സാർ ആൻഡ് മിസ്സസ് ലത മനോജ്, ആൻഡ് ടു ഓൾ ഓവർ ദാറ്റ് ഐ താങ്ക് ടു മൈ ഗോഡ് ഓൾമൈറ്റി who gave me this golden opportunity, alhamdulillah ala kulli hal, and to my all leaders behind my success and also my mentor Ismail sir, and to all SBGN leaders, and to my leaders and to my team leaders, എല്ലാവർക്കും ഈ ഒരു അവസരത്തിൽ നന്ദി അർപ്പിക്കുകയാണ്. സോ വളരെ സന്തോഷവാനാണ് ഈ ഒരു അവസരം എനിക്ക് രാവിലെ എടുക്കാൻ സാധിച്ചതിൽ. ചെറിയൊരു ഇറിറ്റേഷൻസ് ഉണ്ടാവും, സോറി ഫോർ ഓൾ. ശബ്ദത്തിന് ചെറിയൊരു മാറ്റമുണ്ട്. സോ എന്തായാലും നിങ്ങളൊക്കെ ആകാംക്ഷയോട് കൂടി കാത്തിരിക്കുന്ന ഒരു സെഷൻ ആയിരിക്കാം ഹൈ ഫ്ലൈസ്. എന്തുകൊണ്ട് എനിക്ക് എന്ത് ഞാൻ പറയണം, എന്തൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം, ഇതെന്റെ ദൗത്യമാണ്. കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പണ്ട് ദിലീപ് പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ സമയം കൂടുതൽ കാര്യം എന്നുള്ള രീതിയിലേക്ക് പോകുമ്പോൾ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ ഈ ഒരു സമയം വളരെ അതിക്രമിച്ച സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാചാലനാകുന്നില്ല. നേരിട്ട് സബ്ജക്റ്റിലേക്ക് ഞാൻ വരികയാണ്. ഒരുപാട് ആളുകൾ ഇനിയും കയറാനുണ്ട്. എന്തായാലും ടീം ലീഡേഴ്സ് ഒക്കെ ശ്രദ്ധിക്കാം. നമുക്ക് ഓരോ ഹൈ ഫ്ലൈസും ഇന്ന് സക്സസ് ഗ്ലോബൽ ഒരുക്കി തരുന്നത് നിങ്ങളുടെ ടീമിന്റെ ഓരോ ലീഡേഴ്സിന്റെയും എനർജി ലെവൽ ബൂസ്റ്റ് ചെയ്യാനും അതേ സമയത്ത് ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് വേണ്ട ഏതൊക്കെ കാര്യങ്ങളാണ് അവർക്ക് കിട്ടേണ്ടത് അത് കൃത്യമായിട്ട് അവർക്ക് എത്തിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരം ഹൈ ഫ്ലൈസ് മീറ്റിങ്ങുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങളൊക്കെ അത് ശ്രദ്ധിക്കുക. കൃത്യമായി നിങ്ങളുടെ ടീമൊക്കെ കയറിയിട്ടുണ്ടോ ഇല്ലേ എന്ന് ഉറപ്പ് വരുത്തുക. ഏതെങ്കിലും വേറൊരു ഫോൺ ഉപയോഗിച്ച് അവർക്ക് വിളിച്ച് കേട്ടുക. സോ ഞാൻ ജസ്റ്റ് അവിടെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഐ ഓഡിബിൾ ഓർ വിസിബിൾ എല്ലാം കൊണ്ട് ബെറ്റർ ആണെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ,
ചെറിയ സ്ലൈഡാണ്, കൂടുതൽ കാര്യമൊന്നും പറയുന്നില്ല. ശരിക്ക് കാണുന്നില്ലേ റമീസ് സാർ? ഹലോ, വിസിബിൾ അല്ലേ? ഓക്കെ, കറക്റ്റ്. എന്റെ പൊസിഷനും കറക്റ്റ് അല്ലേ? ഓക്കെ, താങ്ക് യു. സോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ എന്റെ ഇഷ്ട വണ്ടിയാണ്, നിങ്ങളൊക്കെ ഒരുപാട് ഇഷ്ട വണ്ടി ആയിരിക്കാം, BMW. കാരണം ബെൻസിനേക്കാൾ ഒന്നും കൂടി ഞാൻ സ്നേഹിക്കുന്ന വണ്ടിയാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗിൻ വിത്ത് ആൻ എൻഡിങ് മൈൻഡ് അല്ലെ. നിങ്ങളുടെ തുടക്കം അതൊരു അവസാനം കണ്ടിട്ടേ അടങ്ങൂ എന്നുള്ള വാശിയോടുകൂടി, എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തുടങ്ങുക. പല ആളുകളും തുടങ്ങാൻ വളരെ ഉഷാറായിരിക്കും. നമ്മൾ സാധാരണ 3 ഉദാഹരണം പറയാറുണ്ട്. ഒന്ന്, ചില ആളുകളെ പറ്റി പറയാറ് കർപ്പൂരം പോലെയാണ് അല്ലെ, വരുന്ന സമയത്ത് ആളിക്കത്തും പിന്നെ കെടും. ചില ആളുകൾ പറയും വായപ്പിണ്ടി എന്ന് പറയും, നമ്മൾ വായയുടെ പിണ്ടി. ഓക്കെ, ദാറ്റ് മീൻസ് കത്തേ ഇല്ല, എങ്ങനെ കത്തിച്ചാലും കത്തൂല. ചില ആളുകളെ പറ്റി പറയും തീക്കനൽ എന്ന് പറയും അല്ലെ. നമ്മൾ ഈ 3ാമത്തെ കാറ്റഗറിയിലാണ് നമ്മളൊക്കെ പെടുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അറ്റം വരെ ഒരു പക്ഷെ നമുക്ക് സ്ട്രഗിൾസ് വരാം, ഒരുപാട് തടസ്സങ്ങൾ വരാം, ഒരുപാട് മറ്റു കാര്യങ്ങൾ നമുക്ക് വരാം. പല പ്രശ്നങ്ങളും ഫാമിലിയിലാവട്ടെ, സമൂഹത്തിലാവട്ടെ, നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലാവട്ടെ, പല മേഖലയിലും നമുക്ക് പ്രശ്നങ്ങൾ വന്നേക്കാം. പക്ഷെ അവിടെ നിന്ന് തളരാതെ വീണ്ടും അറ്റം കണ്ടേ മടങ്ങൂ എന്നുള്ള, അല്ലെങ്കിൽ എന്റെ ഡെസ്റ്റിനേഷൻ, അത് ഞാൻ പോകേണ്ട എന്റെ ഡെസ്റ്റിനേഷൻ കണ്ടേ ഞാൻ മടങ്ങൂ എന്നുള്ള ഒരു ചിന്താഗതിയോടു കൂടി തുടങ്ങുന്ന വ്യക്തികള്, അവരാണ് ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ളത്. സോ നിങ്ങളോട് മൈ ഡിയേഴ്സ് ഈ മോർണിംഗിൽ പറയാനുള്ളത്, ബിഗിൻ വിത്ത് ആൻ എൻഡിങ് മൈൻഡ്. ഇതിൽ ഒരുപാട് തുടക്കക്കാരുണ്ട്, ഒരുപാട് ഓൾഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. അവരോടൊക്കെ പറയാം, നിങ്ങൾ തുടങ്ങിയത് ഇതുപോലെയാണ്, ഇല്ലെങ്കിൽ ഇന്ന് മുതലെങ്കിലും നിങ്ങൾ മൈൻഡ് സെറ്റ് മാറ്റുക. ഇതിനറ്റം കണ്ടിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാനിതിന് വിജയിച്ചിട്ട് അടങ്ങൂ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കുക. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചോദിക്കാനുള്ളത്, ആർ യു മിയർ എ ബിഗിനർ ഓർ എ സ്ട്രോങ് ഫിനിഷർ ടു? നിങ്ങൾ വെറും ഒരു തുടക്കക്കാരൻ മാത്രമാണോ, എല്ലാം തുടങ്ങി വെക്കുന്ന ആളാണോ? അതല്ല, നിങ്ങളൊരു സ്ട്രോങ് ഫിനിഷർ കൂടിയാണ്, അത് പൂർത്തിയാക്കിയിട്ട് അടങ്ങുക എന്നുള്ള വാശിയുള്ള വ്യക്തിയാണ്? ചോദിക്കാൻ നിങ്ങളോടാണ്. നിങ്ങൾ ഓരോരുത്തരും നെഫ്സിനോട് ചോദിക്കുക, സ്വന്തത്തോട് ചോദിക്കുക. നിങ്ങൾ സ്വന്തത്തിൽ ചോദിച്ചു നോക്കുക, നിങ്ങൾ തുടക്കക്കാരൻ മാത്രമാണോ, തുടങ്ങി വെക്കുന്ന ഒരാളാണോ? അതല്ല, അതിനെ ഫിനിഷ് ചെയ്തിട്ട് അടങ്ങും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിന് മുമ്പിൽ വന്നേക്കാം, പല പ്രശ്നങ്ങൾ വന്നേക്കാം. അക്കോർഡിംഗ് ടു മൈ ബിസിനസ് ഓർ അക്കോർഡിംഗ് ടു യുവർ ബിസിനസ്, നിങ്ങൾ ഈ ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ നോക്കേണ്ടത്, ഞാൻ എന്തുകൊണ്ട് തുടങ്ങി, എന്തിനു വേണ്ടി തുടങ്ങി. നമ്മളെപ്പോഴും പറയാറുണ്ട്, ലീഡേഴ്സ് ഒക്കെ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ പർപ്പസ് അല്ലെ, എന്തിനാണ് പഠിക്കുന്നത് ചോദ്യമുണ്ട് അല്ലെ, എന്തിനാണ് നിങ്ങൾ മൈ ലൈഫ് ചെയ്യുന്നത്? ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടാത്ത ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മിയർ ബിഗിനർ, ഒരു തുടക്കക്കാരൻ മാത്രമാണ്, വെറും തുടങ്ങി വെച്ചു. ഈസ് നോട്ട് എ ഫിനിഷർ ടു അല്ലെ, ഒരിക്കലും ഒരു ഫിനിഷർ അല്ല. കാരണം എന്തിനാണ് ഞാൻ തുടങ്ങിയെന്നുള്ള ഒരു പർപ്പസ് കിട്ടാത്ത വ്യക്തികൾക്ക് ഈ ചോദ്യത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. സോ നിങ്ങളോട് ചോദിക്കുക, ഞാനൊരു ഫിനിഷർ കൂടിയാണ്. ബിഗിൻ വിത്ത് ആൻ എൻഡ് ഇൻ മൈൻഡ്. തുടക്കം നിങ്ങൾ എന്തായാലും ശരി, ഒടുക്കം കണ്ടേ മടങ്ങൂ എന്നുള്ള പൂർണ്ണ തീരുമാനത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോകുക. ആൻഡ് മൈ ക്വസ്റ്റ്യൻ ഈസ് ദിസ്, വാട്ട് ഈസ് യുവർ പർപ്പസ് ഇൻ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങളുടെ എന്താ പറയാ ഡെസ്റ്റിനേഷൻ, നിങ്ങളുടെ ഗോൾ എന്താണ്? നിങ്ങളുടെ പർപ്പസ് എന്താണ്? നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഈ ബിസിനസ് കൊണ്ട് എന്ത് ഉദ്ദേശിക്കുന്നു? ഇതിൽ എന്താണ് നിങ്ങൾ ആകെ തീരേണ്ടത്? ആഫ്റ്റർ 2 to 5 years നിങ്ങളുടെ ജീവിതം എന്താണ്? നിങ്ങൾക്ക് ഇന്ന് എഴുതാൻ പറ്റണം, നിങ്ങൾ കൃത്യമായിട്ട് അതിനെ വിവരിക്കാൻ പറ്റണം, നിങ്ങളിത് കാണാൻ പറ്റണം, വിസിബിൾ ആവാൻ പറ്റണം. കാരണം വിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും, വിഷന്റെ അർത്ഥം നമ്മൾ സാധാരണ വെക്കാറുള്ളത് ഉൾക്കാഴ്ച എന്ന് പറയും അല്ലെ. ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട സംഭവമാണ്. ഉൾക്കാഴ്ച എന്ന് പറയുമ്പോൾ പുറമെ ഇന്ന് കാണാൻ സാധിക്കാത്തതാണ് വിഷൻ അല്ലെ. സക്സസ്ഫുൾ ഗ്ലോബൽ വിഷൻ ഉണ്ട്, ഒരു മിഷൻ ഉണ്ട്. ഈ വിഷനെ സഹായിക്കുന്ന ഒന്നാണ് മിഷൻ അല്ലെ. വിഷൻ നേടിയെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന എന്തൊന്നാണോ അതാണ് മിഷൻ. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഇതുപോലെ ഒരു പർപ്പസ് ഉണ്ടോ ജീവിതത്തിൽ? അതല്ല ഒരു തുടക്കക്കാരൻ മാത്രമാണോ? സോ നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ, ഐ ആം നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് മൈ സർക്കംസ്റ്റൻസസ്. എന്റെ സാഹചര്യങ്ങൾക്കും എന്റെ ചുറ്റുപാടുകൾക്കുമുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല ഞാൻ. ഐ ആം എ പ്രൊഡക്റ്റ് ഓഫ് മൈ ഡിസിഷൻ. എന്റെ സാഹചര്യം എന്താകട്ടെ, എന്റെ കുടുംബ പശ്ചാത്തലം എന്താകട്ടെ, എന്റെ സമൂഹ പശ്ചാത്തലം എന്താവട്ടെ, എന്റെ അയൽവാസി നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കൂട്ടുകാരെ നോക്കുന്ന സമയത്ത് എന്താവട്ടെ, അവിടുത്തെ പ്രശ്നങ്ങൾ എന്താവട്ടെ, എന്ത് വന്നാൽ പോലും ഞാൻ എന്റെ ഡിസിഷന്റെ, എന്റെ തീരുമാനമാണ് എന്റെ പ്രൊഡക്റ്റ്. ഞാൻ എന്റെ തീരുമാനത്തിന്റെ പ്രൊഡക്റ്റ് ആണ്. എനിക്ക് എന്റെ തീരുമാനമുണ്ട്, ഞാൻ തീരുമാനിച്ചത് നടക്കൂ എന്നുള്ള ഒരു ചിന്താഗതി നിങ്ങൾക്കുണ്ടോ? സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഐ ആം നോട്ട് എ പ്രൊഡക്റ്റ് ഓഫ് മൈ സർക്കംസ്റ്റൻസസ്, ഐ ആം എ പ്രൊഡക്റ്റ് ഓഫ് മൈ ഡിസിഷൻ. ഞാനൊരു തീരുമാനത്തിന്റെ പ്രൊഡക്റ്റ് ആണ്, ഒരിക്കലും എന്റെ സാഹചര്യങ്ങൾക്ക് പ്രൊഡക്റ്റ് അല്ല. സോ അങ്ങനെയെങ്കിൽ ബിലീവ് യു
ക്യാൻ സക്സീഡ് ആൻഡ് യു വിൽ. നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുമെന്ന് 100% വിശ്വസിക്കുക. 99% പോലും ആയാൽ പോലും അത് ഫെയിലിയർ ആണ്. കാരണം നമ്മുടെ ഭാര്യ, ഒരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ കല്യാണം കഴിയുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭാര്യക്ക് ഭർത്താവിന് 99% വിശ്വാസമുണ്ടെന്ന് പറയുമ്പോൾ അത് ശരിക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ആ 1% സംശയത്തിൽ നമ്മൾ പല കാര്യങ്ങളും സംശയിച്ചേക്കാം. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സക്സസിൽ നമുക്ക് 100% വിശ്വാസം വേണം. എന്നെ കൊണ്ട് കഴിയുമെന്നുള്ള 100% കോൺഫിഡന്റ്, ആത്മധൈര്യം, ആത്മവിശ്വാസം നിങ്ങൾ എന്ന് വരുന്നു അന്ന് നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. ദർ ആർ നോ ഹാഫ് ഹാർട്ടഡ് ചാമ്പ്യൻസ് ഇൻ ദ വേൾഡ്. ലോകത്ത് ജയിച്ച ഒരു ചാമ്പ്യനും, അത് ക്രിക്കറ്റ് ആവട്ടെ, ഫുട്ബോളിലാവട്ടെ, അതേ സമയത്ത് നമ്മുടെ അത്ലറ്റിക്സിലാവട്ടെ, ഏത് ഫീൽഡിലും എവിടെ ജയിച്ച വ്യക്തികളും അവരൊരിക്കലും പാതി മനസ്സോട് കൂടിയിട്ട് ജയിച്ചവരല്ല. അവർക്ക് 100% കോൺഫിഡന്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ആളുകൾ അറിയാൻ പറ്റും. സിനിമാ ലോകത്ത് മമ്മൂട്ടി, മോഹൻലാൽ പോലത്തെ ഒരുപാട് നടന്മാര്, അതുപോലെ നടിമാര്, മഞ്ജു വാര്യർ പോലത്തെ പല ആളുകളും, നമ്മൾ അവരുടെയൊക്കെ ചരിത്രം യൂട്യൂബിലും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതേ സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും APJ ഒക്കെ നമുക്കറിയാൻ പറ്റും. APJ പത്രങ്ങൾ വിറ്റ് നടന്ന ഒരു കൊച്ചു ബാലൻ തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി കണ്ടുകൊണ്ട ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെ, പഠിക്കുന്ന സമയത്ത് പക്ഷികളെ കുറിച്ച് ക്ലാസ്സിൽ അധ്യാപകന് വിവരിച്ച സമയത്ത് തന്റെ ഓർമ്മയെ എന്തുകൊണ്ട് ഒരു മനുഷ്യന് ആകാശ ലോകത്ത് പറത്തിക്കൂടെ എന്നുള്ള ചിന്തയിലേക്ക് മാറി ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ജീവിതത്തിലൊരു തീരുമാനമായിരുന്നു. ഒരിക്കലും അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ തയ്യാറായിരുന്നില്ല. ധീരുഭായ് അംബാനിക്കാണെങ്കിൽ ധീരുഭായ് അംബാനി ഒരു വേള തന്റെ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് തനിക്ക് ഇതുപോലെ സാമ്രാജ്യം ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അത് മനസ്സിൽ കോറിയിട്ട സമയത്ത് ചുറ്റുപാടുമുള്ള ആളുകള് പൊട്ടിച്ചിരിച്ചു, അട്ടഹാസിച്ച സമയത്ത് അവരെയും മാറ്റി നിർത്തി തന്റെ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ച ഒരു വ്യക്തിയായിരുന്നു ധീരുഭായ് അംബാനി എന്നറിയപ്പെട്ട ഒരു കോടീശ്വരനാണ്. അവരിന്ന് സാമ്രാജ്യം തന്നെ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, പാതി മനസ്സോട് കൂടിയിട്ട് ആരും ജയിച്ചിട്ടില്ല. നിങ്ങളുടെ തീരുമാനത്തിൽ അതിനറ്റം വരെ നിങ്ങൾക്ക് സഞ്ചരിക്കാൻ ധൈര്യമുണ്ടെങ്കിൽ ഈ ലോകത്ത് വിജയിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങൾ എണ്ണപ്പെടാം. അതല്ലെങ്കിൽ അറിയപ്പെടാത്തവരായിട്ട് നമുക്ക് മാറാം. കാരണം ലോകത്തൊരിക്കലും ഏത് സംഭവം, എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവരിലും സെക്കൻഡ് സ്ഥാനക്കാരെ അല്ലെങ്കിൽ 2ാം സ്ഥാനക്കാരെ ഒരിക്കലും അറിയപ്പെട്ടിട്ടില്ല. ആദ്യമായിട്ട് ആര് കീഴടക്കി, അവിടെയാണ് ചർച്ച. അവിടെ ഒരുപാട് ആളുകൾ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്, വിജയിച്ചിട്ടില്ല. പക്ഷെ അവരാരും അറിയപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ട് അറിയപ്പെട്ടു? അത് നേടിയെടുത്തു. കാരണം അവർക്ക് എൻഡിങ് മൈൻഡ് ഉണ്ടായിരുന്നു. അവർ എവറസ്റ്റ് കൊടുമുടി നോക്കിയിട്ട് എഡ്മണ്ട് ഹിലാരി പറഞ്ഞൊരു വാക്കുണ്ട്, എവറസ്റ്റ് നിന്റെ വളർച്ച മുരടിച്ചിട്ടുണ്ട്, എന്റെ വളർച്ച തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ ഒരു ദിവസം ഐ വിൽ വൺ ഡേ, ഞാൻ നിന്നെ ഒരു ദിവസം കീഴടക്കുമെന്ന് പറയുന്ന ആ ഒരു ധൈര്യമായിരുന്നു. ഏകദേശം 10 വളരെ ചുരുങ്ങിയ കിലോമീറ്റർ സഞ്ചരിക്കുന്ന സമയത്ത് വീണ്ടും തിരിച്ചു പോയ സമയത്ത് പറഞ്ഞ വാക്കുകളാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യം അതൊരു പക്ഷെ നിങ്ങൾ ഏറ്റെടുത്ത് പോകുന്ന സമയത്ത് പല സ്ട്രഗിൾസും, പല ഒബ്സ്റ്റാക്കിൾസും, പല തടസ്സങ്ങളും, പല പ്രതിസന്ധികളും, പല പ്രയാസങ്ങളും മുന്നിൽ വരുന്ന സമയത്ത് താനെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റണം. ഒരു പക്ഷെ ഞങ്ങൾ ലീഡേഴ്സ് പോലും കളിയാക്കിയേക്കാം നിങ്ങളുടെ സ്ലോ കൊണ്ട്, നിങ്ങളുടെ കൂടെ വരുന്നവർ കളിയാക്കിയേക്കാം, നിങ്ങളുടെ കൂട്ടുകാർ കളിയാക്കിയേക്കാം. എവിടെയും തോറ്റു കൊടുക്കരുത്. ഞാനെടുത്ത തീരുമാനം ഇതിനോട് വിജയിക്കണമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അതിന് എന്നെ തോൽപ്പിക്കാൻ എനിക്കേ കഴിയൂ എന്നുള്ള ആത്മവിശ്വാസം, അവിടെയാണ് നിങ്ങൾ ഒരു എൻഡിങ് മൈൻഡുള്ള ഒരു ലീഡറായിട്ട് മാറുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ടത്, ഒരു കാരണവശാലും ലോകത്ത് ചാമ്പ്യൻസ് ആയിട്ടുള്ള ഒരാളുകളും പാദ്യ മനസ്സോട് കൂടി ചാമ്പ്യൻ ആയിട്ടില്ല. പൂർണ്ണ വിശ്വാസത്തോടു കൂടി, പൂർണ്ണ മനസ്സോട് കൂടിയിട്ടാണ് അവർ ചാമ്പ്യൻ ആയിട്ടുള്ളത്. അവരെ മനസ്സിൽ 100% കോൺഫിഡന്റ് അവർ ജയിക്കുമെന്നുള്ളത്, അതുകൊണ്ട് അവർ ചാമ്പ്യനായി. സോ വാട്ട് അബൌട്ട് യു? നിങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ യു ക്യാൻ ഈവൻ മൂവ് ദ മൗണ്ടൈൻസ്. ബൈബിളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ വിശ്വാസത്തെ മലകളെ പോലും മാറ്റാൻ കഴിയും വിശ്വാസത്തിന്. ഇതുപോലെ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും നേടാൻ സാധിക്കും. നമുക്കൊക്കെ അറിയാൻ പറ്റും, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രോബ്ലം നമ്മൾ വിശ്വസിച്ച്, നമുക്കൊരു പക്ഷേ ഡ്രീം സെഷനോ മറ്റു സെഷൻസോ കിട്ടുന്ന സമയത്ത് നമ്മൾ വിശ്വസിക്കും അല്ലെ, ഞാൻ ഇതാകും, അതാകും, ഇതാകും എന്നൊക്കെ തീരുമാനിക്കും. പക്ഷെ പിന്നീട് നമുക്ക് വരുന്ന പ്രതിസന്ധികളോ പ്രയാസങ്ങളോ വരുന്ന സമയത്ത് നമ്മൾ ആ മൈൻഡ് നമ്മൾ മാറ്റുന്നുണ്ടാവും. ഒരു പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കും ദൈവത്തോട് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ജസ്റ്റ് മാറി കുറച്ച് പോകുന്ന സമയത്ത് നമുക്ക് തോന്നുന്നു സാധിക്കില്ല എന്ന് തോന്നിയാൽ നമുക്ക് സംശയമായി തുടങ്ങി. പ്രാർത്ഥനയിൽ പോലും സംശയം, പിന്നെ എങ്ങനെ നേടാൻ പറ്റും? സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം വേണം. വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുള്ളൂ. ഹൗ ഇസ് നോട്ട് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ലൈഫ് അല്ലേ? എന്തുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ഈ ജീവിതത്തിൽ നേടാൻ പറ്റും?
നിങ്ങൾ ഏത് കാര്യത്തെക്കുറിച്ചും നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ എന്ത് കാര്യം നിങ്ങൾക്ക് സിമ്പിളായി നേടാൻ പറ്റും. ഒരു കാര്യം പോലും അതിൽ നിന്ന് മാറിപ്പോയില്ല. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നു, നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡെവലപ്പ് ആകാൻ സാധിക്കും. നിങ്ങൾക്ക് എന്ന് വിശ്വാസം വരുന്നു എന്നെ കൊണ്ട് കഴിയും. നമ്മൾ സാധാരണ പറയാറുണ്ട്, താനാണ് തന്റെ വിജയവും താനാണ് തന്റെ പരാജയവും ക്രിയേറ്റ് ചെയ്യുന്നത്. തനിക്ക് തോന്നുന്നു എനിക്ക് ജയിക്കാൻ സാധിക്കില്ല, അവിടെ 100% ഉറപ്പാണ് നിങ്ങളെ ആർക്കും ജയിപ്പിക്കാൻ സാധിക്കില്ല. അത് നിങ്ങൾ വിശ്വസിക്കുന്നു എനിക്ക് ജയിക്കാൻ സാധിക്കും, ഞാൻ തന്നെ ജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ ഒരൊറ്റ കുട്ടിക്ക് പോലും നിങ്ങളെ തടുക്കാൻ സാധിക്കില്ല. അത് ലോകത്ത് അറിയപ്പെട്ട ഒരു തിയറിയാണ്. ലോകത്ത് ജയിച്ച ഓരോ വ്യക്തികളുടെയും ഹിസ്റ്ററി അവർ കഥകൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 100% മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അവരുടെ തീരുമാനത്തിൽ അവർ ഉറച്ചു നിന്നു. ആരെന്ത് പറഞ്ഞാലും പുറകോട്ടില്ല എന്നുള്ള 100% പൂർണ്ണതയിൽ നിൽക്കുന്ന വിശ്വാസത്തോടു കൂടി അവർ മുന്നോട്ട് പോയ സമയത്ത് അവർക്ക് ഈ ബിസിനസ്സിൽ അല്ലെങ്കിൽ അവർ ഏറ്റെടുത്ത ദൗത്യത്തിൽ ജയിക്കാൻ സാധിച്ചു. സോ വാട്ട് അബൌട്ട് യു? നിങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പൂർണ്ണ വിശ്വാസമുണ്ട്? അതിൽ ബാധ്യ മനസ്സാണോ? ഇന്ന് വർക്കിനിറങ്ങിയ സമയത്ത് 5 വർക്ക് ചെയ്ത സമയത്ത് അതിൽ 3 വർക്കും ഫ്ലോപ്പായി, നോ പറഞ്ഞു. 2 വർക്ക്, ഒരു വർക്ക് ഉൽപ്പന്നം വാങ്ങി, ഒരു വർക്ക് ഉൽപ്പന്നം വേണ്ടാന്ന് പറഞ്ഞു. ഒരു ഉദാഹരണം. നിങ്ങൾ തിരിച്ചു വരുന്നത് ബാധ്യ മനസ്സോട് കൂടിയിട്ടാണ് ഇതിനെങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണെങ്കിൽ അറ്റോൺലി ഫെയിൽ. നിങ്ങൾ പൂർണ്ണതയിലാണ് തോൽവിയുടെ. നേരെ മറിച്ച് നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി വീണ്ടും ഒരുപാട് വർക്കുകൾ ചെയ്യാൻ ഞങ്ങൾ തുനിഞ്ഞു. അവിടെയാണ് നമ്മളെ മൈൻഡിനെ ഒരു പൂർണ്ണതയിലേക്ക് മാറുക. നമുക്കറിയാൻ പറ്റും, സേവനയുടെ ആളുകളൊക്കെ ഇന്ന് ഒരുപാട് സെയിൽസ് ചെയ്യുന്ന പല മേഖലയിലുള്ള ആളുകളൊക്കെ അവർ പൂർണ്ണ കോൺഫിഡന്റ് കൂടി ഓരോ വീടും കയറി ഇറങ്ങുന്ന സമയത്ത്, ഞാൻ പറയണത് നമ്മൾ ബിസിനസ്സുമായി കണക്ട് ചെയ്യില്ല എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവർ ഓരോ വീട് കയറുന്ന സമയത്ത് പോലും, ഞാൻ ഒരു പക്ഷെ എന്റെ വീട്ടിലൊക്കെ വരുന്ന സമയത്ത് കാണാറുണ്ട്, ഒരു ഭക്ഷണം പോലും കഴിക്കാതെ ഒരു പൊടിക്ക് പോലും, ഒരു ഇഞ്ച് പോലും എക്സൈറ്റ്മെന്റോ എനർജറ്റിക്കോ കുറയാതെ പൂർണ്ണത്തിൽ നിന്നുകൊണ്ട് വീണ്ടും അവർ പ്രസന്റ് ചെയ്യുന്നു. അതിന്റെ നോളജോട് കൂടി, അതിന്റെ പൂർണ്ണ അറിവോട് കൂടിയിട്ട് സൂപ്പർ എക്സൈറ്റഡ് ആയിട്ട് അവർ പ്രസന്റ് ചെയ്യുന്നു. നമ്മുടെ പ്രോബ്ലം, നമുക്ക് 2 വർക്ക് ചെയ്താൽ നമുക്കൊരു പക്ഷെ വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ലോയൽറ്റി ബോണസ് അച്ചീവ് ആവാൻ വിചാരിച്ചു, പെർഫോമൻസ് ബോണസ് അച്ചീവ് ആവുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ടീമിൽ വരുന്ന ഏതെങ്കിലും ക്രൈറ്റീരിയ അനുസരിച്ച് ഒരു അച്ചീവർ ആവാൻ നോക്കുന്ന സമയത്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് കുറഞ്ഞു. അടുത്ത ആഴ്ച കൂടി വരുമ്പോൾ നമ്മൾ ബലൂന്ന് കാറ്റ് മട്ടും പോയി. ഈ രീതിയിലേക്ക് മാറരുത്. നിങ്ങള് 100% ഇത് നേടിയേ അടങ്ങും. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ പണ്ട കാലത്തൊക്കെ നമ്മളൊക്കെ ഒരു ലോയൽറ്റി ബോണസ് എടുക്കാൻ സമയത്ത് മനോജ് സാർക്ക് ഡയറക്റ്റ് വിളി പോയിട്ടുണ്ട്. കാരണം നേടിയിട്ടേ അടങ്ങും, ഇനി എന്ത് വന്നാലും ശരി. ഇനി കമ്പനി പോയിട്ട് ലാസ്റ്റ് അയാൾ പറഞ്ഞത് എറണാകുളം വന്ന് പർച്ചേസ് ചെയ്യണം. കാരണം അന്ന് നമ്മുടെ കൊറോണയുടെ സാഹചര്യമായിരുന്നു. ആ സാഹചര്യത്തോടെ ഒന്നും ഷോപ്പുകൾ ഓപ്പൺ ചെയ്തില്ല. ആ പ്രശ്നം വന്ന കാരണത്താൽ കോഴിക്കോട് ഷോപ്പും ക്ലോസ് ചെയ്തു. ആ സമയത്ത് എറണാകുളം പോയി പർച്ചേസ് എന്ന് പറഞ്ഞു. പോകോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല, പക്ഷെ 5000 രൂപ ഞാൻ സെൻഡ് ചെയ്ത് കൊടുത്തു. എറണാകുളം ആണെങ്കിൽ എറണാകുളം അച്ചീവ് ചെയ്തേ മതിയാകും. ആ രീതിയിലുള്ള ഒരു കോൺഫിഡന്റ് വേണം. ഞാൻ ഏറ്റെടുത്ത ദൗത്യം ഞാൻ പൂർത്തിയാക്കും. അതിൽ നിന്ന് ആരെന്ത് പറഞ്ഞാലും വെച്ച കാലം മുന്നോട്ട് ഒരു പൊടിക്ക് പോലും ബാക്കൗട്ട് വെക്കുന്ന കോൺഫിഡന്റ് ലെവൽ നിങ്ങൾക്ക് വേണം. ദർ ഈസ് നോ ഫ്യൂച്ചർ ഇൻ എനി ജോബ്. ഫ്യൂച്ചർ ലൈസ് ഇൻ ദ മാൻ ഹൂ ഡസ് ദ ജോബ്. ഒരു ജോലിയിലും ഒരു ഫ്യൂച്ചറും കിടക്കുന്നില്ല. ആരാണോ ജോലി ചെയ്യുന്നത് അവനിലാണ് ഫ്യൂച്ചർ, അല്ലെ? ഫ്യൂച്ചർ ഇൻവോൾവ് ഇൻ യു, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻസിസ്റ്റ് ഇൻ യു. നിങ്ങളിലാണ് ഭാവി കിടക്കുന്നത്, ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ജോലിയിലോ ബിസിനസ്സിലോ അല്ല. ബട്ട് ഇവിടെ നമുക്കൊരു ഫ്യൂച്ചർ നമുക്കുണ്ടല്ലേ. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റുന്നത്, ഇന്ന് നിങ്ങൾ ചെയ്യുന്ന പ്രൊജക്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയിൽ ഒരുപാട് സാധ്യതകളുണ്ട്, കഴിവുകളുണ്ട്. കാരണം കുല്ലു മൗലൂദിൻ യൂലദുൽ ഫിത്ര എന്ന് പറയുന്ന പ്രശംസനീയമായ ഒരു, അല്ലെങ്കിൽ അറിയപ്പെട്ട ആ ഒരു കൊട്ടേഷനോട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഓരോരുത്തരെയും ഈ ഭൂമി ലോകത്തേക്ക് പടച്ചേക്കപ്പെട്ടത് ഒരുപാട് കഴിവുകൾ തന്നിട്ടാണ്. മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോയി. സോ സീരിയസ് മനസ്സിലാക്കേണ്ടത്, നിങ്ങളിലാണ് കഴിവുകൾ കിടക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന ജോലിയിലല്ല. കാരണം ഒരു പക്ഷെ വലിയൊരു ഉദാഹരണം, വെൽനസ് റെവല്യൂഷൻ സൂപ്പറാണ്, ഡയറക്ട് സെല്ലിംഗ് സൂപ്പറാണ്, പക്ഷെ ചെയ്യുന്ന വ്യക്തി 5 കായ്ക്കില്ല, നോ മാറ്റർ, ദർ ഇസ് നോ സക്സസ്. അവിടെ ഒരിക്കലും വിജയിക്കാൻ സാധിക്കില്ല. ചെറിയൊരു സാധ്യത പോലും ഇല്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്യുന്ന വ്യക്തിയെ അനുസരിച്ച് അത് വളർത്താൻ സാധിച്ചിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ അറിയാം. സോ സീരിയസ്ലി രണ്ടുമുള്ള ഈ അവസരത്തിൽ സൂപ്പർ പ്രോജക്ട് നമ്മൾ കയ്യിൽ കിട്ടിയിട്ട് അത് ചെയ്യുന്ന വ്യക്തിയുടെ പവർ നമുക്ക് തെളിയിക്കാൻ പറ്റിയാൽ അതിനാണ് നമ്മൾ സഹായിക്കാൻ സക്സസ് പരി ഗ്ലോബൽ എന്ന് പറയുന്ന ബൃഹത്തായ ഓർഗനൈസേഷൻ സിസ്റ്റം വെച്ചിട്ടുള്ളത്. നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യേണ്ടതെല്ലാം നമ്മുടെ ഇഷ്ടങ്ങൾക്ക് മാറ്റിവെക്കാം, നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കാം. ഒരു 2 മുതൽ 5 വർഷം വരെ സിസ്റ്റം അനുസരിച്ച് സീരിയസ് ഡിസ്ട്രിബ്യൂട്ടർ ആയിട്ട് നിങ്ങൾ ഈ ബിസിനസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ
ഐ ക്യാൻ ടെൽ യു മൈ ഡിയേഴ്സ്, നിങ്ങൾക്ക് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും. സൂപ്പറായിട്ട്, ഒരു സംശയമില്ല, നിസ്സംശയം പറയാൻ പറ്റും നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും. സോ നിങ്ങളാണ് നിങ്ങളുടെ ജയവും പരാജയവും ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് വാട്ട് ആർ യുവർ ഗോൾസ്? നിങ്ങൾ എന്തൊരു ബിസിനസ് ചെയ്യുന്നു? നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്ത്? നമുക്കൊക്കെ ചോദ്യം മുട്ടിപ്പോകുന്ന സമയമാണിത്. ഓരോ ലീഡേഴ്സും ഓരോ ക്ലാസ്സിന്റെ സമയത്തും പല പല ലക്ഷ്യങ്ങൾ വരുന്നു. അടുത്ത ക്ലാസ് വരുമ്പോൾ ആ ലക്ഷ്യമായിട്ട് അടുത്ത ലക്ഷ്യം വെക്കുന്നു. ഇതാണോ നിങ്ങളുടെ ലക്ഷ്യം? അതല്ല. നിങ്ങൾക്ക് കൃത്യമായ ലക്ഷ്യമുണ്ടോ? വിതൗട്ട് എ സെറ്റ് ഓഫ് ക്ലിയർ ഗോൾസ് യു ആർ ജസ്റ്റ് എ ലോഗ് ഫ്ലോട്ടിംഗ് വാട്ടർ. സ്വപ്നമില്ലാത്ത, ലക്ഷ്യമില്ലാത്ത വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ വെള്ളത്തിൽ ഗതിയില്ലാതെ അലയുന്ന ഒരു ലോഗ്, ഒരു മരത്തടിയാണ് നിങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നിങ്ങൾക്ക് ലക്ഷ്യമില്ലെങ്കിൽ ബോർഡ് വെക്കാത്ത ഒരു ബസ് പോലെയാണ്, അല്ലേ? നമ്മളൊക്കെ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ബോർഡ് വെക്കാത്ത ബസ്സിൽ ആരും കയറില്ല. കാരണം ഇത് സാധാരണഗതിയിൽ ബോർഡ് വെക്കാത്ത വണ്ടി വർക്ക്ഷോപ്പിലേക്കാണ് പോകാറ്, അല്ലേ? ബോർഡ് വെച്ച വണ്ടിയിലാണ് നമ്മൾ കയറുന്നത്. അതേ സമയത്ത് വേറെ ഒരു രസകരമായ സംഭവമുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട്ടേക്ക് പോകാനാണ്. നമ്മൾ കയറിയ ബസ് തൃശ്ശൂരിലേക്കാണെങ്കിൽ ഒരിക്കലും കോഴിക്കോടെത്തില്ല. ഇതും ഒരു പോയിന്റാണ്. സോ നിങ്ങളുടെ ലക്ഷ്യം നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ചോദിച്ചാൽ അളന്ന് മുറിച്ച് പറയാൻ പറ്റണം. നിങ്ങൾ എവിടേക്ക് സഞ്ചരിക്കുന്നു, എന്തിനു വേണ്ടി സഞ്ചരിക്കുന്നു? ചോദ്യം ഒന്ന്, ഉത്തരം എന്ത്? സോ ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ 4 weeks, 4 ആഴ്ചക്കുള്ളിൽ എനിക്ക് എന്ത് നേടാൻ പറ്റും? അത് റാങ്കുകൾ അച്ചീവ് ആവാം. ഓരോ ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്യാം. ബെറി സ്റ്റാർ, ബെറി ഡബിൾ സ്റ്റാർ, ഫാസ്റ്റ് ട്രാക്കർ, അങ്ങനെ തുടങ്ങി പല പല ഗോൾസുകൾ, ചെറിയ ചെറിയ ഡ്രീംസുകൾ ഗോളാക്കി സെറ്റ് ചെയ്യാം. ഷോർട്ട് ടേം ആയിട്ട് 6 months to 1 year, 6 മാസം മുതൽ ഒരു വർഷത്തിനുള്ളിൽ അച്ചീവ് ചെയ്യേണ്ട സംഭവങ്ങൾ, അച്ചീവ് ചെയ്യേണ്ട ഗോളുകൾ. മിഡ് ടേം ആയിട്ട് വിത്തിൻ 3 years, 3 വർഷത്തിനുള്ളിൽ നേടേണ്ട ഗോള് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ ലീഡേഴ്സ് ചോദിക്കാറുണ്ട്, നമ്മൾ ഡ്രീംസ് പറയുന്ന സമയത്ത് അത് ഏത് സമയം, എപ്പോൾ എന്നുള്ളത് അത് നിശ്ചയിക്കുന്നതാണ് ഗോള് സെറ്റ് ചെയ്യണതിന്. ലോങ് ടൈം ആയിട്ടുള്ള ഗോൾസ് വേണം. 3 years and above, 3 വർഷവും അതിന് മുകളിലുള്ള വർഷങ്ങൾ കടന്നു. സോ സീരിയസ്ലി ഈ രീതിയിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് 4 വീക്കിനുള്ളിലുള്ളത്, ഷോർട്ട് ടൈം ആയിട്ട് 6 മാസം മുതൽ 1 വർഷം വരെ ഉള്ളത്, മിഡ് ടൈം ആയിട്ട് വിത്തിൻ 3 years, 3 വർഷത്തിനുള്ളിൽ, ലോങ് ടൈം ആയിട്ട് 3 വർഷം ആൻഡ് അബവ്, ഈ രീതിയിലൊക്കെ നിങ്ങൾ ഗോള് നിങ്ങൾ ഇമ്മീഡിയറ്റ് ലീഡേഴ്സുമായിട്ട് ഇരുന്ന് ചർച്ച ചെയ്ത് അവരുമായിട്ട് ഇരുന്ന് അതിനെ കൃത്യമായിട്ട് സെറ്റ് ചെയ്യുക, അതിനു വേണ്ടി വർക്ക് ചെയ്യുക. അതല്ലാതെ ഞാനിവിടെ പറയാൻ പറ്റുമെന്നറിയില്ല, നമ്മുടെ കേരള സാർ പറയുന്നൊരു വാക്കുകളുണ്ട്, എന്തോ എന്ന് പായും പോലെ, അല്ലേ? അതുപോലെ പാനിട്ട് കാര്യമില്ല. നമുക്ക് കൃത്യമായ ലക്ഷ്യം വേണം. എവിടെ പോകുന്നു, എന്തിനു പോകുന്നു, എന്ത്, എപ്പോ, എങ്ങനെ, അതിന് കൃത്യമായി പ്ലാൻ ചെയ്യണം. നിങ്ങൾ പ്രോപ്പർ മെൻറ്ററുമായിട്ട് ഇരിക്കണം, നിങ്ങൾ അപ്ലയൻസുമായിട്ട് ഇരിക്കണം, ഇരുന്ന് കാര്യങ്ങൾ സംസാരിക്കണം, അവരുമായി ക്ലിയർ ചെയ്യണം. എന്നിട്ടൊരു ക്ലിയർ ആൻഡ് കട്ട് പിക്ചർ ഉണ്ടാക്കിയിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം. സോ വാട്ട് യുവർ ഗോൾസ്? ഇവിടെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. ക്ലിയർലി ഡിഫൈൻഡ് ഡെസ്റ്റിനേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എവിടെ, എന്ന്, എപ്പോ എന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വേണം എന്തിന് എവിടേക്ക് സഞ്ചരിക്കുന്നത്. സോ ഇവിടെ വളരെ വ്യക്തമായിട്ട് അറിയുന്ന സ്റ്റോറിയാണ്, കൂടുതൽ പറയുന്നില്ല. നമ്മളെ ദ്രോണാചാര്യർ അന്ന് ശിഷ്യന്മാരെ ഒരു ചെറിയ എക്സ്പെരിമെന്റ്, ഒരു പരീക്ഷ നടന്ന സമയത്ത് അത് അർജുനന്റെ അമ്പാണ് ജാസ്തി ചെയ്യുന്നത്. അർജുനോട് ചോദിച്ചു എന്ത് കാണും ചോദിച്ച സമയത്ത് ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞ ഉത്തരമായിരുന്നില്ല അർജുനൻ്റെത്. അർജുനൻ പറഞ്ഞത് ആ പക്ഷിയുടെ കണ്ണ് കാണുന്നു, മരച്ചില്ല കാണുന്നില്ല, പക്ഷിയുടെ തൂകൽ കാണുന്നില്ല, പക്ഷിയുടെ തല കാണുന്നില്ല, കണ്ണ് കാണുന്നു, കണ്ണിലെ കൃഷ്ണമണി. ഇത്രയും ക്ലിയർഡ് ആയിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷൻ നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റണം. നിങ്ങൾ എവിടെ സഞ്ചരിക്കുന്നു നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. അവിടെയാണ് യഥാർത്ഥ ലീഡർഷിപ്പ് വളരുന്നത്. സോ അതിൽ തുടക്കക്കാർക്ക് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഇന്ന് മുതൽ തന്നെ എവിടെ പോകുന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തി അതിനനുസരിച്ച് നിങ്ങൾ ബിസിനസ് ചെയ്യാൻ തയ്യാറാകുക. ഫോക്കസ് ഓൺലി ഓൺ ദ ഗോൾസ്. നിങ്ങളുടെ ഗോൾ എന്താണോ, നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, കുതിരക്കിൽ ആട കെട്ടിയതുപോലെ തന്നെ കുതിര 4 ഭാഗത്തേക്ക് നോക്കി ഓടുകയാണെങ്കിൽ കുതിര ഒരിക്കലും മത്സരത്തിൽ ജയിക്കുന്നില്ല, അല്ലേ? കുതിര ഒരേ ദിശയിലേക്ക് നോക്കിയിട്ടാണ് അവരുടെ ആ ഒരു റേസ് തുടങ്ങുന്നത്, അല്ലേ? സോ സീരിയസ്ലി നിങ്ങൾ റേസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 4 ഭാഗത്തേക്ക് നോക്കണ്ട. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവാം. ഭൂമി കുലുക്കം മുതൽ, ഭൂകമ്പം മുതൽ, സുനാമി വരെ നടന്നേക്കാം വീടുകളിൽ. ദർ ഈസ് നോ ചാൻസ് ടു ലിസൺ. നിങ്ങൾ അതിന് ലിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അതിന് നെവർ മൈൻഡ് ചെയ്യാം. നിങ്ങളുടെ യാത്ര മുന്നോട്ട് തന്നെ. എന്ത് വന്നാൽ പോലും, ഭൂമി താഴോട്ട് പോയാൽ പോലും എന്റെ ലക്ഷ്യം ഒന്നാണ്, അത് ഞാൻ നേടിയെടുക്കുമെന്നുള്ള വാശി. ഫോക്കസ് ഓൺലി ഓൺ ദ ഗോൾസ്, അൺഡിവൈഡഡ് അറ്റൻഷൻ. ഒരാൾക്ക് പോലും നിങ്ങളെ ശ്രദ്ധ തിരിക്കാൻ പറ്റരുത്. ആ രീതിയിലുള്ള ഗോൾ നിങ്ങൾ സെറ്റായി അതിനു വേണ്ടി വർക്ക് ചെയ്യുക. ഹാർഡ് വർക്ക് വിത്ത് കമ്മിറ്റ്മെന്റ്. കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുക.
കമ്മിറ്റ്മെന്റ് നിർബന്ധമാണ്. ഹാർഡ് വർക്ക് മാത്രം പോരാ, കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് വന്നാൽ പോലും അതിൽ നിന്ന് വിട്ടുമാറില്ല എന്നുള്ള ഒരു പ്രതിബദ്ധതയോട് കൂടിയുള്ള പ്രതിബദ്ധശാലിയായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. ഹാർഡ് വർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട്. നമ്മൾ സാധാരണ ഈ ബിസിനസ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും മുബീൻ സാർക്ക് പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയ ഫോൾട്ട് എന്താണെന്നറിയാം, നമ്മൾ ഈ ബിസിനസ്സിലേക്ക് വന്നത് സീറോ ബാലൻസ് എന്നാണ്, പ്രത്യേകിച്ച് നഷ്ടമില്ല. അതാണ് ഏറ്റവും വലിയ മടി നമ്മളത്. നമുക്ക് 50 ലക്ഷം ഒരു 25 ലക്ഷം ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇറങ്ങുന്ന ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു ആദ്യമായിരിക്കാം മൈൻഡിൽ. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ആ രീതിയിൽ മൂല്യപ്പെട്ടതായി മാറണം. കാരണം നമ്മളെ സമയത്തിന് മൂല്യമുണ്ട്, നമ്മുടെ എനർജിക്ക് മൂല്യമുണ്ട്. എന്നുള്ള ആരോഗ്യമല്ല, ഈ സംസാരിക്കുന്ന സമയത്തുള്ള എന്റെ എനർജി അല്ല നാളെയുടെ എനർജി, വ്യത്യാസമുണ്ട്. സീരിയസ്ലി ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇടുന്ന ഓരോ എഫേർട്ടിനും എനിക്ക് വാല്യൂ ഉണ്ട്. ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടാൽ എനിക്ക് സമയബന്ധിതമായിട്ടിടുകയാണെങ്കിൽ എനിക്ക് ക്യാഷ് കിട്ടുമായിരുന്നു. സോ സീരിയസ്ലി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ വളരെ ഷാർപ്പൺ ഗോളോട് കൂടിയിട്ടാണ് ഈ ബിസിനസ് ചെയ്യേണ്ടത്. അതല്ലാതെ മടി പിടിച്ച് ലീഡേഴ്സിന്റെ വിളിക്ക് ഒരുപാട് വിളികൾ വിളിക്കുന്ന സമയത്ത് ഉത്തരം കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ പുഷ് ചെയ്തുകൊണ്ട് ഉന്തിക്കൊണ്ടോ, നമ്മൾ സാധാരണ തള്ളി സ്റ്റാർട്ട് ചെയ്യാന്ന് പറയും അല്ലെ, ആ രീതിയിൽ വ്യക്തിയെ മാറുക. ഒരു സെൽഫ് സ്റ്റാർട്ടറായി മാറണം. രാവിലെ ആയാൽ എനിക്കിന്ന് ഇറങ്ങണം, എനിക്കിന്ന് പോകണം, എനിക്ക് ഇന്ന് ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് നിങ്ങൾക്കൊരു ബോധം വേണം. ലീഡർ വിളിച്ചു ചോദിക്കാണ് എല്ലാം ഇന്ന് കൊടുക്കുക. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഇന്ന് പ്രത്യേകിച്ച് താഴ്ന്ന ആരും വിട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കും പ്രത്യേകിച്ച് പ്ലാൻ ഇല്ല. ഇതാകരുത് ഐഡിയാസ്. നിങ്ങൾക്ക് പ്ലാൻ വേണം. താഴെയുള്ളവരല്ല നിങ്ങൾ ജയിപ്പിക്കുന്നത്, മുകളിലുള്ളവരല്ല നിങ്ങൾ ജയിപ്പിക്കുന്നത്. നിങ്ങളെ ജയിപ്പിക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടോ? നിങ്ങൾക്ക് ഗോൾ ഉണ്ടോ? നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഡെസ്റ്റിനേഷൻ ഉണ്ടോ? എവിടെ സഞ്ചരിക്കുന്നു? ഇല്ലെങ്കിൽ ബിഗ് സീറോ. ഈ ലോകത്തെ ഏറ്റവും വലിയ പരാജിതൻ അവൻ മാത്രമാണ്. സോ സീരിയസ്ലി സെറ്റ് യുവർ ഗോൾ, ഓക്കെ, ആൻഡ് ഫൈറ്റ് ടിൽ ലാസ്റ്റ്. അവസാനം വരെ എന്ത് ചെയ്യുക? ഓക്കെ, USL ഒന്തി സ്റ്റാർട്ട് ആക്കുക. മാഷാഅല്ലാ. സോ ഫൈറ്റ് ടിൽ ലാസ്റ്റ്, അവസാനം വരെ പോരാടുക. നമ്മൾ സാധാരണ പറയാറുണ്ട്, നമ്മുടെ പ്രശസ്തനായിട്ടുള്ളൊരു ഫൈറ്റർ ആയിരുന്നു നമ്മളെ മുഹമ്മദ് അലി അല്ലെ, തോന്നുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട്, അവസാനത്തെ പഞ്ച് വരെ നമ്മൾ കൈ ഏത് അവസാനം കുഴയുന്നത് വരെ നിങ്ങൾ പഞ്ച് ചെയ്ത് കൊണ്ടേയിരിക്കാന്ന് പറയുന്നത്. അതായത് അവസാനം വരെ പോരാടുക. ഈ ഒരു വാക്കേണ്ട സമയത്ത് ഫസ്റ്റ് ഓർമ്മ വന്നത് പഠിക്കുന്ന സമയത്ത് കേട്ട കൊട്ടേഷൻ ആണത്. ആ ഒരു സമയത്ത് ഓർമ്മ വന്നതാണ്, ഫൈറ്റ് ടിൽ ലാസ്റ്റ്. നിങ്ങൾ അവസാനം വരെ നിങ്ങൾ എന്താ പോരാടുക. ആ മുഹമ്മദ് അലിക്ക് മാഷാ അല്ലാഹ്, താങ്ക് യു. ഡു നോട്ട് ക്വിറ്റ്. നിങ്ങൾ ഒരിക്കലും പിന്മാറരുത്. നിങ്ങൾ ഏറ്റെടുത്ത ദൗത്യത്തിന് അതിനറ്റം വരെ നിങ്ങൾ പോരാടണം. Quitters are never winners are never quit. വിജയിച്ചവരാരും പാതി വഴിയിൽ ഇട്ടേച്ചു പോയിട്ടില്ല, പാതി വഴിയിൽ ഇട്ടേച്ചാരും വിജയിച്ചിട്ടുമില്ലെന്ന് പ്രശസ്തമായിട്ടുള്ള കൊട്ടേഷൻ നമുക്കറിയാവുന്നതാണ്. ടേക്ക് എ ഡിറ്റോർ വെൻ ദർ ആർ ഒബ്സ്റ്റാക്കിൾസ്. നമ്മൾ സാധാരണ പറയുന്ന ഒരു വളരെ സിമ്പിൾ ആയ ഉദാഹരണമാണ്, നമ്മൾ വീട്ടിൽ നിന്ന് ആരെയോ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന അറ്റാക്ക് ആയിട്ട് പാതി വഴിയിലെത്തിയ സമയത്ത് അവിടെ എന്ത് വരുന്നു? ബ്ലോക്ക് വരുന്നു. നമ്മൾ ഒരിക്കലും എന്ത് പറയാറില്ല, അവിടെ കിടന്ന് മരിച്ചോട്ടെ എന്ന് പറയാറില്ല. നേരെ വഴി തിരിച്ചു വിടും, അടുത്ത വഴിയിലേക്ക് പോകും. ഇതാണ് ഈ പറഞ്ഞ വാക്കിനർത്ഥം. നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടാൽ, നിങ്ങൾ പോകുന്ന വഴിയിൽ എന്തെങ്കിലും തടസ്സം നേരിട്ടാൽ തടസ്സത്തെ മറികടന്ന് പോവുക, അത് അപ്പുറത്തു കൂടി നേരെ പോവുക. ഒരുപാട് ചിത്രങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും അതിനെ പറ്റിയിട്ട്. സോ എന്ത് വന്നാൽ പോലും തോറ്റു കൊടുക്കില്ല എന്നുള്ളൊരു മനോഭാവം, ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾ വേണം. ഫൈറ്റ് ടു വിൻ, വിജയിക്കാൻ വേണ്ടി ഫൈറ്റ് ചെയ്യണം. ഞാൻ ഇറങ്ങിയാൽ വിജയിക്കും എന്നുള്ള രീതിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വിജയിച്ചിട്ട് അടങ്ങൂ എന്നതും സത്യമാണ്. ഡു വാട്ട് എവർ ഇറ്റ് ടേക്സ്. അതെന്തായാലും പോലും ഞാനത് നേടിയിട്ട് അടങ്ങും. ഡു നോട്ട് വെയിറ്റ് ഫോർ എനിവൺ. ആർക്ക് വേണ്ടിയിട്ടും നിങ്ങൾ കാത്തിരിക്കേണ്ട. ആരും നിങ്ങളെ സഹായിക്കില്ല, ആർക്കും നിങ്ങളെ സഹായിക്കാൻ കഴിയില്ല മൈ ഡിയേഴ്സ്. നിങ്ങളെ വിജയിപ്പിക്കേണ്ട ദൗത്യം നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാവുക. വേണമെങ്കിൽ ലീഡർമാരെ കൃത്യമായുള്ള മോണിറ്ററിംഗ് കിട്ടിയേക്കാം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് വേണം എന്ന് തോന്നിയാൽ നിങ്ങൾ 100% ഇറങ്ങിയാൽ പ്രപഞ്ചം പോലും നിങ്ങൾക്ക് വേണ്ടി ഗൂഢാലോചന നടത്തും. ദ വേൾഡ് വിൽ കോൺസ്പയർസ് ഫോർ യു എന്നുള്ള വാക്ക് വളരെ വ്യക്തമാണ് പൗളോ കൊയ്ലോയുടെ. നിങ്ങൾ ലക്ഷ്യം വെച്ചാൽ, നിങ്ങൾ ഡെസ്റ്റിനേഷൻ ക്ലിയർ ചെയ്താൽ അതിനു വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം പോലും ഗൂഢാലോചന നടത്തും. സോ സീരിയസ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾ എന്ന് പറയുന്ന വാക്കാണ്. നിങ്ങളാണ് ലക്ഷ്യം വെക്കേണ്ടത്, നിങ്ങളാണ് ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, നിങ്ങളാണ് ഫൈറ്റ് ചെയ്യേണ്ടത്, നിങ്ങളാണ് പ്ലാൻ ചെയ്യേണ്ടത്, നിങ്ങളാണ് വർക്കിന് ഇറങ്ങേണ്ടത്. നോ അപ്ലൈൻസ്, നോ ഡൗൺലൈൻസ്. അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ക്രിയേറ്റ് ദ സർക്കംസ്റ്റൻസ് യു വാണ്ട്. നിങ്ങൾക്ക് എന്ത് സാഹചര്യം വേണ്ടോ അത് നിങ്ങൾ ഒരുക്കുക.
ഒരിക്കലും നിങ്ങൾ സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി ഒന്നും ഒരുക്കി തരില്ല. നിങ്ങളാണ് നിങ്ങൾക്ക് വേണ്ട സർക്കംസ്റ്റൻസ് ഒരുക്കേണ്ടത്. അല്ലെ, മഴയാണ് വെയിലാണെന്ന് പറഞ്ഞ് പാതി വഴിയിൽ ഇട്ടേച്ച് പോകുന്നവരല്ല. അതൊക്കെ മറികടന്ന് എന്റെ സർക്കംസ്റ്റൻസസ്, എന്റെ സാഹചര്യം, എന്റെ വിജയത്തിന്റെ സാഹചര്യം എനിക്ക് തീരുമാനിക്കാൻ പറ്റണം, എനിക്കത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ആ രീതിയിലാണ് നിങ്ങൾ ഫൈറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഫൈനലി ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഈ സ്ലൈഡ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. വിന്നേഴ്സ് നെവർ ക്വിറ്റ് ആൻഡ് ക്വിറ്റേഴ്സ് നെവർ വിൻ. അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു പോകുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടതേ ഉള്ളൂ. ഒരിക്കലും പാതി വഴിയിൽ ഇട്ടേച്ച് പോയ ഒരാളും വിജയിച്ചിട്ടില്ല ലോകത്ത്. വിജയിച്ചവരാരും പാതി വഴി ഇട്ടേച്ച് പോയില്ല. ദോ ബെസ്റ്റ് വിഷസ്. നമുക്ക് സി യു അറ്റ് ദ ടോപ്പ്. ആൻഡ് വൺസ് അഗൈൻ ഐ ഹിയർ കൺക്ലൂഡ്. താങ്ക് യു all of you. And back to MC. Ramesh.